നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാംഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കാങ്കോലെ LP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻമന്ത്രി AK ബാലൻ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഫ്ലക്സ് ബോർഡുകൾ നാട് നീങ്ങുന്നു. പരസ്യ പ്രചരണങ്ങൾക്ക് പുതിയ മാർഗം സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. തൃക്കരിപ്പൂരിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. ബജറ്റിൽ കാസർഗോഡ് ജില്ലയിൽ അനുവദിച്ച 2 റെയിൽവേ മേൽപ്പാലവും തൃക്കരിപ്പൂരിന്. DYFI സൗത്ത് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന MK വിപിനൻ സ്മാരക സെവൻസ് ഫുട്ബോളിന് ഉജ്ജ്വല തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ സൂപ്പർ സോക്കർ ബിച്ചാരിക്കടവിന് ജയം. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ ലാബ് പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കാങ്കോൽ LP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി AK ബാലൻ നിർവഹിച്ചു. മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. യോഗത്തിന് മുൻപായി കാങ്കോൽ സെൻട്രലിൽ നിന്ന് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച തിരുവാതിര, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, പൂരക്കളി, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവയാൽ സമ്പന്നമായി ഘോഷയാത്ര സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷതയിൽ AK ബാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പണം കൊടുത്തുകൊണ്ട് വാങ്ങേണ്ടതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം കൊണ്ട് ആർജിക്കുന്ന സമ്പത്ത് സേവനത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കേണ്ടതാണ്. അതും പണത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം ആ രൂപത്തിൽ പൂർണ്ണമായും സേവനത്തിൻ്റെ ഭാഗമായ ഒരു തലം. പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല വിദ്യാഭ്യാസം. സേവനത്തിന്റെ ഭാഗമായ വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് അപകടം. പണം കയ്യിലുള്ളവന് ഈ മേഖല കൈയടക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് പണം കൊടുത്ത് വിദ്യാഭ്യാസം ആർജിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണെന്നും AK ബാലൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ PK സുധീർ ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. D സുമതി റിപ്പോർട്ടും പ്രശസ്ത പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ TK മാധവൻ നമ്പൂതിരി, P സുശീല ടീച്ചർ, C ഷീജ, M രാമകൃഷ്ണൻ, C ബാലകൃഷ്ണൻ, TK ബാലഗോപാല പൊതുവാൾ, P വിജയൻ നായർ, MTP സൈഫുദ്ദീൻ മാസ്റ്റർ, AK രാജഗോപാലൻ മാസ്റ്റർ, AK പ്രഭാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ അവാർഡ് ജേതാവ് ജുനൈദ് മെട്ടമൽ, ധാൻരാജ് മാണിയാട്ട്, പ്രജിത്ത് തളിയിൽ എന്നിവരെ അനുമോദിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പൊതുസ്ഥലങ്ങളിൽ ഇനി മുതൽ പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ള പരസ്യ പ്രചരണങ്ങൾ നീക്കം ചെയ്ത് പുതിയവ ഏർപ്പെടുത്താൻ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ RC-194/14 നമ്പർ ഉത്തരവിലാണ് വൈദ്യുതി തൂണുകളും പൊതുസ്ഥലങ്ങളും കയ്യേറിയും മറ്റും സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ നീക്കം ചെയ്ത് പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകിയത്. വൈദ്യുതി തൂണുകളിലും പൊതുസ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ, നോട്ടീസുകൾ, ഫ്ലെക്സ് ബോർഡുകൾ എന്നിവ പൂർണ്ണമായും നീക്കം ചെയ്യണം. പകരം നിശ്ചിത വലുപ്പത്തിൽ അലുമിനിയം ക്ലാഡിംഗ് സ്ഥാപിച്ച് കളർ നൽകി അതിൽ പരസ്യം പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം. ഇങ്ങനെ പരസ്യം പ്രദർശിപ്പിക്കാൻ ഫീസും ഈടാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം, റോഡുകളുടെ പരിപാലന ചുമതലയുള്ള മറ്റ് ഏജൻസികൾ എന്നിവയുടെ അനുമതിയോടെ മാത്രമേ പരസ്യം സ്ഥാപിക്കാൻ പാടുള്ളൂ.
വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യം പ്രദർശിപ്പിക്കാൻ പ്രാഥമിക കാലയളവിലേക്ക് ബോർഡുമായി കരാറിലേർപ്പെടാം. ഇതിന് ക്ലീൻ കേരള കമ്പനിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ, റവന്യൂ വകുപ്പിലെ ഇൻസ്പെക്ടർ എന്നിവർക്കും ബോർഡുകൾ നീക്കം ചെയ്യാൻ ചുമതല നൽകിയിട്ടുണ്ട്. പൊതുനിരത്തുകൾ മാലിന്യമുക്തമാക്കുക, അനധികൃത ബോർഡുകളും നോട്ടീസുകളും ഒഴിവാക്കി സൗന്ദര്യവൽക്കരണം നടത്തുകയാണ് പുതിയ നടപടിയുടെ ലക്ഷ്യം. ഇതോടെ അനധികൃതമായ ഫ്ലെക്സ് വൽക്കരണം തടയാൻ സാധിക്കും. സർക്കാരിന് വരുമാനമുണ്ടാവുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂരിന്റെ ഗതാഗത ക്ലേശത്തിന് പരിഹാരമാകുന്നു. കേന്ദ്ര റെയിൽവേ ബജറ്റിൽ സംസ്ഥാന സർക്കാർ സഹായത്താൽ തൃക്കരിപ്പൂർ ഗേറ്റിലും ഉദിനൂർ ഗേറ്റിലും മേൽപ്പാലങ്ങൾക്ക് ഭരണാനുമതി. ഇളമ്പച്ചിയിൽ സബ്വേയും നിർമ്മിക്കും. തൃക്കരിപ്പൂർ ബിരിച്ചേരി 265 നമ്പർ ലെവൽ ക്രോസിന് മേൽപ്പാലം പണിയാൻ 40 കോടി രൂപയുടെ എസ്റ്റിമേറ്റും ഉദിനൂർ 267 നമ്പർ ലെവൽ ക്രോസിന് 38.6 കോടി രൂപയുടെ എസ്റ്റിമേറ്റുമാണ് റെയിൽവേ ഭരണാനുമതി നൽകിയത്. ഇളമ്പച്ചി 263 നമ്പർ ലെവൽ ക്രോസിന് സബ്വേ നിർമ്മാണത്തിനും ബജറ്റിൽ ഭരണാനുമതിയായിട്ടുണ്ട്. വികസനം കാത്തുകിടക്കുന്ന തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ കെട്ടിടം നിർമ്മാണം പണിയാൻ ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. കൂടുതൽ ട്രെയിനുകൾക്ക് തൃക്കരിപ്പൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ശ്രമിച്ചെങ്കിലും യാഥാർത്ഥ്യമാകാത്തതിൽ യാത്രക്കാർ അതൃപ്തരാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അന്ധത കീഴ്പ്പെടുത്തിയിട്ടും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ജീവിതവൃത്തിക്കായി തേങ്ങ പൊതിക്കുകയാണ് ചെറുപുഴ തവളക്കുണ്ടിലെ പീടികപ്പാറക്കൽ കുഞ്ഞച്ചൻ. 19 വർഷമായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് കുഞ്ഞച്ചൻ ദിവസം 2000 തേങ്ങ വരെ ഉരിക്കും. കുഞ്ഞച്ചൻ ചേട്ടന് നടക്കണമെങ്കിൽ പരസഹായം വേണം. എന്നാൽ തേങ്ങ മുന്നിൽ കിട്ടിയാൽ സെക്കൻഡുകൾ മതി ഉരിച്ചു തീർക്കാൻ. പ്രതിദിനം 1500 മുതൽ 2000 തേങ്ങ വരെ ഇദ്ദേഹം ഉരിക്കും. തേങ്ങ ഉരിക്കാൻ വിളിച്ചാൽ മകൻ കൈപിടിച്ച് തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തിക്കും. പിന്നീട് ഇദ്ദേഹത്തിന് പരസഹായം ആവശ്യമില്ല. കണ്ണിന്റെ ഞരവിനേറ്റ ക്ഷതം കൊണ്ട് 19 വർഷമായി കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് കൂലിവേല ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന കുഞ്ഞച്ചൻ ചേട്ടന് ഈ സംഭവം ഒരു ദുരന്തം തന്നെയായിരുന്നു. എങ്കിലും കുടുംബം പോറ്റണമെങ്കിൽ തേങ്ങ ഉരിച്ചേ പറ്റൂ. മറ്റു പണികളൊന്നും അറിയില്ല താനും. പിന്നെ ഡോക്ടർമാർ പറഞ്ഞേക്കുന്ന ഒരു പ്രതിവിധിയില്ല. ഈ പണി കൊണ്ടേ ജീവിക്കുന്ന ഒരാളുടെ ആശ്രയമില്ലാതെ നടക്കാനാകുകയില്ല. പിന്നെ വണ്ടി ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ റോഡിലിറങ്ങി ആരെങ്കിലും ആക്കിയാൽ അതിന് പോകും. ഒരു ദിവസം എത്ര തേങ്ങ പൊതിക്കും? 1000-1200 വരെ പൊതിക്കും. കണ്ണിന്റെ വെളിച്ചം പുറമേ പോയെങ്കിലും ഒട്ടും ഭയക്കാതെയും തളരാതെയും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ കഴിയുന്നത്ര കാലം ഈ പണിയെടുത്ത് കഴിയാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. കാഴ്ചശക്തി തിരിച്ചു കിട്ടണമെങ്കിൽ വിദഗ്ധ ചികിത്സ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അതിനുള്ള സാമ്പത്തിക സഹായവും ഇദ്ദേഹത്തിനില്ല. സുമനസ്സുകൾ ആരെങ്കിലും സഹായിച്ചാൽ തനിക്ക് വിദഗ്ധ ചികിത്സ ചെയ്യാൻ കഴിയുമെന്ന് ഇദ്ദേഹം പ്രത്യാശിക്കുന്നു. പ്രേക്ഷകരിൽ ആരെങ്കിലും കുഞ്ഞച്ചൻ ചേട്ടന് ഒരു കൈത്താങ്ങാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തിന്മകൾ മൂർച്ച കൂട്ടുന്ന കാലത്ത് ജനമൗനം വലിയ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥ നാട്ടുപച്ച ശ്രദ്ധേയമാകുന്നു. കലാജാഥയ്ക്ക് തൃക്കരിപ്പൂർ മേഖലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പണമിടർത്തിയാടുമ്പോഴും പ്രതിരോധത്തിന്റെ പ്രകമ്പനങ്ങൾ തീർത്തും നാട്ടുനന്മകളെ തിരിച്ചുപിടിക്കാനുള്ള ആഹ്വാനവുമായാണ് കലാജാഥ ജനമനസ്സിൽ ആഴ്ന്നിറങ്ങുന്നത്. ഇടയിലക്കാട് നടന്ന ജാഥാ സ്വീകരണത്തിന് സംഘാടക സമിതി ചെയർമാൻ VM ബാബുരാജ്, കൺവീനർ P വേണുഗോപാലൻ, സർവോദയ ഗ്രന്ഥാലയം പ്രസിഡന്റ് PV പ്രഭാകരൻ, V ശ്രീധരൻ, K സുലോചന എന്നിവർ നേതൃത്വം നൽകി. നാളെ നമ്മുടെ വിളകൾക്ക് വില കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും നാം മൗനികളായി. ഇന്ന് റബ്ബർ വെട്ടിയാൽ റബ്ബർ പാലിന് വെട്ടുകൂലി പോലും കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് അന്നേ അവർ പറഞ്ഞതിൽ ചില കാര്യമുണ്ടായിരുന്നു എന്ന്. പരിഷത്ത് ജില്ലാ സെക്രട്ടറി പ്രദീപ് കൊടക്കാട്, ജാഥ ക്യാപ്റ്റൻ ഭരതൻ പിലിക്കോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹക്കീം വധത്തിലെ കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അനീതിക്കെതിരെ മണിമുഴക്കം പ്രചരണ വണ്ടി യാത്ര തുടങ്ങി. സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനീതിക്കെതിരെ മണിമുഴക്കം പ്രചരണ വണ്ടി ജനങ്ങൾക്കിടയിലേക്ക് യാത്ര തുടങ്ങി. RMP നേതാവ് N വേണു ഫ്ളാഗ് ഓഫ് ചെയ്തു.
അടുത്ത ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സമരപന്തലിലെത്തും. മാർച്ച് 5-ന് മാഫിയാവൽക്കരണം കേരളീയ സമൂഹത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. നെൽകൃഷി അന്യം നിന്നു പോകുന്ന കാലഘട്ടത്തിൽ തരിശിട്ട ഭൂമിയിൽ നെൽകൃഷി നടത്തി മാതൃകയാവുകയാണ് തൃക്കരിപ്പൂർ ഈയക്കാട്ടെ 4 പേരടങ്ങിയ വനിതാ സംഘം. തങ്ങളുടെ കഠിനാധ്വാനത്തിൽ വിളഞ്ഞ 100 മേനി വിളവ് KSKTU ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. തരിശിട്ടു നിൽക്കുന്ന ഈയക്കാട്ട് ഏക്കർ കണക്കിന് പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്ത 1.5 ഏക്കർ സ്ഥലത്താണ് വനിതാ കൂട്ടായ്മ അധ്വാനത്താൽ 100 മേനി നെല്ല് വിളയിച്ചെടുത്തത്. KSKTU നോർത്ത് വില്ലേജ് കമ്മിറ്റി പ്രവർത്തകരായ ഇവർ 15,000-ഓളം രൂപ ചെലവിട്ടാണ് ഐശ്വര്യ വിത്തിറക്കിയത്. 6,000 രൂപ തൃക്കരിപ്പൂർ കൃഷിഭവൻ മുഖേന വളം വാങ്ങാൻ ലഭിച്ചു. പ്രതീക്ഷിച്ചതുപോലെ നല്ല വിളവ് ലഭിച്ചത് തരിശായി കിടക്കുന്ന ബാക്കിയുള്ള സ്ഥലത്തുകൂടി കൃഷിയിറക്കാൻ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുമെന്നാണ് ഇവർ പറയുന്നത്. ഈയക്കാട്ട് വയലിൽ നടന്ന കൊയ്ത്തുത്സവം KSKTU ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കർഷക തൊഴിലാളി യൂണിയൻ്റെ മഹിളാ സഖാക്കളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമാണ്, ഒരു കാലമാണിത്. കൃഷിയിൽ നിന്ന് ജനങ്ങൾ പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാക്കാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ നെൽകൃഷിയും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്തേക്കുള്ള ഇടപെടൽ നമുക്ക് വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. സ്വയം പര്യാപ്തതയിലേക്ക് കേരളത്തെയും നമ്മുടെ പ്രദേശത്തെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടലിൻ്റെ തുടക്കമെന്നുള്ള അർത്ഥത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെയും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ കാർഷിക രംഗത്തുള്ള ശക്തമായിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ K ശ്യാമള അധ്യക്ഷയായി. നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KSKTU പ്രവർത്തകർ രാധ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. MK വിപിനൻ സ്മാരക 7s വിശേഷങ്ങൾ. വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന MK വിപിനൻ സ്മാരക 7s ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മുൻ ഇന്ത്യൻ അത്ലറ്റ് ലോയിഡ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ ടൂർണമെന്റുകൾ വോളിബോൾ ആണെങ്കിലും ഒത്തിരി ഓൾ ഇന്ത്യ മത്സരങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം കുറഞ്ഞു വരികയാണ്. അതിൻ്റെ സംഘടിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കാം. മെച്ചപ്പെട്ട കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി യുവജന പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P സന്തോഷ് അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാല ചിത്രപ്രതിഭ TV ലിജയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. CPIM വെള്ളൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി C കരുണാകരൻ, DYFI പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി K വിജീഷ്, AV രഞ്ജിത്ത്, VE രാകേഷ്, PP അനൂജ് കുമാർ, P ഷിജിത്ത് എന്നിവർ സംബന്ധിച്ചു. മാർച്ച് 6 വരെ കണ്ടോത്ത് കിസാൻ ഗ്രൗണ്ട് ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. എല്ലാ ദിവസവും രാത്രി 7:30 കളി ആരംഭിക്കും. പ്രവേശനം തികച്ചും സൗജന്യമാണ്. MK വിപിനൻ സ്മാരക 7സിൽ ഉദ്ഘാടന മത്സരത്തിൽ സൂപ്പർ സോക്കർ ബീച്ചാരിക്കടവിന് ഉജ്ജ്വല വിജയം. ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളത്തെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സൂപ്പർ സോക്കർ ജേതാക്കളായത്. ആദ്യ വിസിൽ മുതൽ തന്നെ അത്യന്തം ആവേശകരമായിരുന്നു ഉദ്ഘാടന മത്സരം. പരിചയസമ്പന്നരായ കളിക്കാരെ അണിനിരത്തിയ ഇരു ടീമുകളും ആദ്യ നിമിഷം മുതൽ തന്നെ അടവുകൾ മാറി പരീക്ഷിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സൂപ്പർ സോക്കർ ബീച്ചാരിക്കടവിനാണ് ആദ്യ അവസരം വീണുകിട്ടിയത്. പക്ഷേ പന്ത് ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ താരത്തിന് പിഴച്ചത് കാണികളെ നിരാശരാക്കി. എങ്കിലും അധികം വൈകാതെ നിരാശ 10 മടങ്ങ് ആവേശമാക്കി. മൈതാന മധ്യത്ത് നിന്നും ബീച്ചാരിക്കടവിന്റെ സ്റ്റോപ്പർ ബാക്ക് ബഷീറിന്റെ തകർപ്പൻ ഷോട്ട് എട്ടിക്കുളത്തിന്റെ ഗോളിയെ കാഴ്ചക്കാരനാക്കി വലയിൽ വിശ്രമിച്ചു. 1 ഗോൾ വീണതോടെ മത്സരം ഒന്നുകൂടി ആവേശകരമായെങ്കിലും ഒന്നാം പകുതി 1-0 എന്ന സ്കോറിൽ തന്നെ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ഗോൾ മടക്കുക എന്ന ലക്ഷ്യത്തോടെ കളിച്ച ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളത്തിന്റെ വേഗതയേറിയ കളിയിൽ വന്ന പിഴവിൽ ബീച്ചാരിക്കടവ് രണ്ടാമതും ലക്ഷ്യം കണ്ടു. രണ്ടാമതും ഗോൾ വീണതോടെ ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളത്തിന്റെ പോരാട്ടവും അവസാനിച്ചു. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 2-0 എന്ന സ്കോറിൽ ഉദ്ഘാടന മത്സരം സൂപ്പർ സോക്കർ ബീച്ചാരിക്കടവ് ജേതാക്കളായി. വൈദ്യുതി ഇല്ലെന്ന കാരണത്താൽ പമ്പിൽ നിന്നും ഇന്ധനമടിക്കാതെ ഇനി മടങ്ങേണ്ട. തുടർച്ചയായി 14 മണിക്കൂർ സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പടന്നയിലെ ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ആദ്യത്തെ പമ്പാണ് പടന്നയിലേത്. കാറ്റടിച്ചാൽ വൈദ്യുതി പോകുന്ന നാട്ടിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന സോളാർ പമ്പ്. KSEBയെ മാത്രം ആശ്രയിക്കാതെ സോളാറിലൂടെ പ്രവർത്തിച്ച പെട്രോളും ഡീസലും വാഹനങ്ങളിൽ നിറച്ച് മാതൃകയാവുകയാണ് പടന്നയിലെ ഈ പെട്രോൾ പമ്പ്.
ഇന്ത്യൻ ഓയിൽ പമ്പുകളിൽ മലബാറിലെ അപൂർവം പമ്പുകളിലൊന്നും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ആദ്യത്തേതുമാണ് ഈ പമ്പ്. ഇവിടുത്തെ 3 പമ്പിംഗ് സംവിധാനങ്ങളുടെ മോട്ടോറുകൾ, ഫാനുകൾ, ലൈറ്റുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങി എല്ലാ ഉപകരണങ്ങളും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. പമ്പിന്റെ മേൽക്കൂരയിൽ ഇരുമ്പ് ഷീറ്റിന് മുകളിൽ നിരനിരയായി ഉറപ്പിച്ചിരിക്കുന്ന സോളാർ പാനലുകളിൽ നിന്ന് ഓഫീസിനകത്തെ ബാറ്ററികളിലേക്ക് വൈദ്യുതി സ്റ്റോർ ചെയ്താണ് ഉപയോഗിക്കുന്നത്. പാനലിൽ നിന്ന് 5 കിലോ വാട്ട് വൈദ്യുതിയാണ് ലഭിക്കുന്നത്. വിദേശ കമ്പനിയായ സുപ്രയുടെ SPG 5000 UPS ആണ് ഉപയോഗിക്കുന്നത്. 14 മണിക്കൂർ പ്രവർത്തിക്കുന്ന സോളാർ സംവിധാനത്തിന് 3 ലക്ഷം രൂപയാണ് ചിലവ്. ആലപ്പുഴയിലെ അംബ കമ്പനിയാണ് പാനൽ സംവിധാനമൊരുക്കിയത്. മാടക്കാലിലെ NKP മൊയ്തുവാണ് പമ്പുടമ. പണിയെടുക്കുന്ന സ്റ്റാഫിന് വളരെയധികം ഗുണമാണ്. കാരണം അവർക്ക് ഒരു കാരണവശാലും ഡിസ്കണക്ട് ആകുന്നില്ല ജോലി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എണ്ണ അടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റമർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ പവർ എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു 60-65% പവർ കുറവാണ് കറണ്ട്. MBA കഴിഞ്ഞിറങ്ങിയ മകൻ സാഹിദാണ് പമ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സാധാരണ വൈദ്യുതി നിലച്ചാൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററിന്റെ ശബ്ദശല്യവും പുകയും തൊട്ടടുത്ത അയൽവാസികൾക്ക് ശല്യമായിരുന്നതിൽ നിന്ന് കരകയറിയ സന്തോഷം മാധ്യമപ്രവർത്തകരുമായി പമ്പുടമ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോടതിക്ക് സമീപത്തെ 3 പതിറ്റാണ്ട് കാലം പഴക്കമുള്ള കൂറ്റൻ ജലസംഭരണി തൂണുകൾ തകർന്ന് അപകടാവസ്ഥയിൽ. റോഡരികിലുള്ള ഈ കൂറ്റൻ ജലസംഭരണി നിലംപൊത്തി വൻ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയേറെയാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കുപിടിച്ച സ്ഥലമാണ് പയ്യന്നൂർ കോടതി പരിസരം. കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടത്തിന്റെ മുകളിലുള്ള കൂറ്റൻ ജലസംഭരണി ഏതു നിമിഷവും നിലംപൊത്തി വൻ ദുരന്തത്തിന് സാക്ഷിയായേക്കാം. ഈ ടാങ്കിലേക്ക് ദിവസവും 50,000-ലധികം ലിറ്റർ വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട്. പയ്യന്നൂരും പരിസരങ്ങളിലും കൂടാതെ കൗവായി ഭാഗത്തേക്കും ഇവിടെ നിന്നുമാണ് വെള്ളം വിതരണം ചെയ്യുന്നത്. 30 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ജലസംഭരണിയുടെ 4 തൂണുകളും വിണ്ടുകീറി കോൺക്രീറ്റ് ഇളകി തുരുമ്പെടുത്ത കമ്പികൾ പുറന്തള്ളിയ നിലയിലാണ്. തകർച്ച കണ്ടിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല. ഇതാ വീണ്ടും ഈ ടാങ്കിലേക്കായി പൈപ്പ് ലൈൻ വലിക്കാനുള്ള പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞു. റോഡ് കീറി പൈപ്പിടലും തകൃതിയായി നടക്കുന്നുണ്ട്. ഇത്രയും തകർച്ചയിലായ ടാങ്കിലേക്കായി പദ്ധതികൾ തുടർച്ചയായി വരുന്നു. അപകടം കണ്ടിട്ടും പഠിക്കാത്ത നമ്മുടെ ഭരണകൂടങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. 30 കൊല്ലം ഏകദേശം പഴക്കമുള്ള ഒരു വാട്ടർ ടാങ്കാണിത്. ഇതിൽ ഏകദേശം 50,000 ലിറ്റർ ജലം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ്. ഈ നിലവിൽ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർട്ടിൻ്റെ ലേക്ക് വരുന്ന ആൾക്കാർ വന്നു പോകുന്ന റോഡിലാണ്. ഇത് ഏത് സമയത്തും നിലംപൊത്താവുന്നതാണ്. നിലംപൊത്തുകയാണെങ്കിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇതിനെ മുനിസിപ്പാലിറ്റി വാട്ടർ അതോറിറ്റി ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. മുകൾ ഭാഗത്ത് വെള്ളപൂശി മോടികൂട്ടി ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാനുള്ള ശ്രമവും നടക്കുന്നു. ഈ ജലസംഭരണിയെക്കുറിച്ച് ഇതിനു മുൻപും വാർത്ത വന്നിരിക്കാം. സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് മാത്രം ഞങ്ങൾ വീണ്ടും പ്രതികരിക്കുകയാണ് പ്രേക്ഷകരെ. ഒരു ജനതയുടെ കർമ്മപ്രധാനമായ ആവശ്യമാണ് കുടിവെള്ളം. അത് എത്തിച്ചു നൽകാനുള്ള ബാധ്യത ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. എന്നാൽ വെള്ളം എത്തിച്ചു നൽകുന്നവർ തന്നെ അപകടക്കടിയൊരുക്കിയത് ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചേക്കാം. കുഞ്ഞിമംഗലം മദർ ചാരിറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യപൈതൃകം, കിഴങ്ങുകളുടെയും ഇലകളുടെയും വിത്തുകളുടെയും കാർഷികോപകരണങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. മുൻ MLA CKP പത്മനാഭൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഭാവി തലമുറകളുടെ ജീവന് വൻ ഭീഷണിയായി രാസവളങ്ങളും കീടനാശിനികളും നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോയകാല ഭക്ഷണത്തിൻ്റെ ആധാരമായ കിഴങ്ങുകളുടെയും ഇലക്കറികളുടെയും അനുബന്ധമായ കാർഷികോപകരണങ്ങളെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനാണ് കുഞ്ഞിമംഗലം മദർ ചാരിറ്റീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യപൈതൃകം പ്രദർശനം സംഘടിപ്പിച്ചത്. മുൻ MLA CKP പത്മനാഭൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ വിഭവങ്ങൾ അവൻ സ്വയം വിശപ്പിന് വേണ്ടി ശേഖരിച്ച് അവൻ ജീവൻ നിലനിർത്തിയതിന്റെ ഫലമായിട്ടാണ് മനുഷ്യൻ നിലനിന്നത്. അപ്പം ഈ പ്രദർശന വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികന്മാരെ ഇവിടെ നിലനിർത്തിയതിൻ്റെ അടിസ്ഥാനം ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഗ്രാമപഞ്ചായത്ത് അംഗം M. രവി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പശ്ചിമഘട്ടത്തിലെ കിഴങ്ങ് വൈവിധ്യം എന്ന വിഷയത്തിൽ ഡോക്ടർ രതീഷ് നാരായണൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ MP മുരളി 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ വിജയൻ സ്വാമി മുക്ക് ശേഖരിച്ച കിഴങ്ങുകളുടെയും ഇലക്കറികളുടെയും നെൽവിത്തുകളുടെയും പാനൂർ കൃഷ്ണൻ മാസ്റ്ററുടെ ശേഖരത്തിലുള്ള പഴയ കാർഷികോപകരണങ്ങളുടെയും പ്രദർശനം നടക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെയാണ് പ്രദർശന സമയം. സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ഇലക്കറികൾ എന്നതിനെക്കുറിച്ച് സജീവൻ കാവുങ്കര ക്ലാസ് എടുക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പിലിക്കോട് പഞ്ചായത്ത് വിജിലൻസ് സമിതി മാണിയാട്ട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജിലൻസ് ബോധവൽക്കരണ സെമിനാർ നടത്തി.
വാണിയാട്ട് വിജ്ഞാനദായിനി വായനശാലയിൽ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് A.V. രമണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രോജക്റ്റ് വെക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നത് തനത് പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് പാസ്സായ ഉടനെ അന്തിമ പദ്ധതിയിലേക്ക് പാസ്സായ ഉടനെ തന്നെ ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത്, കാസർഗോഡ് വിജിലൻസ് യൂണിറ്റ്, മാണിയാട്ട് ലേബർ ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ നടന്ന സെമിനാറിൽ പൊതുജനങ്ങൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിജിലൻസ് ബോധവൽക്കരണം, വിവരാവകാശ നിയമം, സേവനാവകാശ നിയമം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകളും നടന്നു. കാസർഗോഡ് വിജിലൻസ് DYSP KV രഘുരാമൻ വിജിലൻസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. എന്താണ് അഴിമതി? എന്തൊക്കെയാണ് അഴിമതിയുടെ ഗണത്തിൽ വരുന്നത്? വളരെ വിപുലമായി അല്ലെങ്കിൽ വളരെ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ പൊതുവായി പറഞ്ഞാൽ സർക്കാരിന്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നതെല്ലാം അഴിമതിയാണ്. വിവരാവകാശം, സേവനാവകാശ ക്ലാസ് പഞ്ചായത്ത് വകുപ്പ് പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസർ P. മുഹമ്മദ് നിസാർ ക്ലാസ് എടുത്തു. പിലിക്കോട് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ K. പത്മാവതി അധ്യക്ഷയായിരുന്നു. റിട്ടയർഡ് DYSP K. ദാമോദരൻ, പഞ്ചായത്ത് മെമ്പർ PP. നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വിവരാവകാശ രേഖ പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 28 വർഷങ്ങൾക്ക് ശേഷം ഒറ്റക്കോല മഹോത്സവം നടക്കുന്ന കുന്നരൂർ ശ്രീ കുഞ്ഞണിക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കുന്നരു ശ്രീ മൂകാംബിക ക്ഷേത്രം, കുഞ്ഞിമംഗലം കുന്നരു ശ്രീ വീരചാമുണ്ഡി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ സംഗമിച്ച് ക്ഷേത്രത്തിലേക്കെത്തി. മുത്തുകുടകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി ആരംഭിച്ച ക്ലിനിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ PHCയുടെ പ്രവർത്തനം ഇന്നുള്ളതിനേക്കാളും വിപുലപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് DMOന്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഈ ഒരു പഞ്ചായത്ത് PHC എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിലുള്ള ഒരു മകം വരുന്ന ഒരു PHC അല്ല, യാത്ര PHC. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചെറുതാഴം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ക്ലിനിക്കൽ ലാബ് ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയേഷ് മുഖ്യാതിഥിയായിരുന്നു. ചെറുതാഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP. ബാലൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV. ലളിത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ E. വസന്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VD. ആൽബർട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം മുള്ളിക്കോടൻ ഗോപാലൻ, മാത്രാടൻ ഭാസ്കരൻ, C. മോഹൻദാസ്, K. കുഞ്ഞിക്കണ്ണൻ, മനീഷ് VV എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് വികലാംഗ ഗ്രാമസഭ പഞ്ചായത്ത് പരിസരത്ത് നടന്നു. പ്രസിഡന്റ് P. ശ്യാമള ഉദ്ഘാടനം ചെയ്തു. മാറ്റി എടുക്കേണ്ട മസൂദിയൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. കാരണം സ്വന്തമായിട്ട് ഒരു വരുമാനമില്ലാത്ത പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓൺ ഫണ്ടിൽ നിന്ന് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു സാമ്പത്തികം അധികം വേണ്ടി വന്നാൽ നമ്മുടെ സാധാരണ നമ്മൾ എല്ലാ പഞ്ചായത്തുകളും ചെയ്യാറുള്ളത് നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്നെടുത്ത് അത് വൈസ് പ്രസിഡന്റ് TV. രവി അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ രാഗിണി പദ്ധതി വിശദീകരിച്ചു. TV. സാവിത്രി, P. പ്രമോദ്, K. സിന്ധു, ഉസ്മാൻ പാണ്ഡ്യാല, TK. നാരായണൻ, KV. രാമചന്ദ്രൻ, K. സുലോചന, MT. ബുഷ്ര, P. സൗജത്ത്, K. കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമസഭയുടെ ഭാഗമായി വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വികലാംഗർക്ക് ഭവന നിർമ്മാണം, ട്രൈസൈക്കിൾ, 3 വീലർ, ശ്രവണ സഹായ് എന്നിവയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നെറ്റ്വർക്ക് ചാനലിന്റെ സഹകരണത്തോടെ നടത്തുന്ന അംഗൻവാടി കലോത്സവം കിളിക്കൂട്ടം ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. യുവാക്കളുടെ കൂട്ടായ്മയായ തണൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് 2013 ഫെബ്രുവരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനോടകം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വർഷാവർഷം സംഘടിപ്പിച്ചു വരുന്ന അംഗൻവാടി കലോത്സവം കിളിക്കൂട്ടത്തിന്റെ 3-ാം പതിപ്പ് മാർച്ച് 1 ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. രാവിലെ 9 മണിക്ക് നഗരസഭാ വൈസ് ചെയർമാൻ KK. ഗംഗാധരന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ MLA C. കൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭയിലെ 68 അംഗൻവാടികളിലെയും കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും.
മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന അംഗൻവാടിക്ക് അടിയോടി വീട്ടിൽ ഓമനാമ്മയുടെയും വരിക്കിൽ വീട്ടിൽ കല്യാണമ്മയുടെയും സ്മരണയ്ക്ക് പേരമക്കൾ സ്പോൺസർ ചെയ്യുന്ന റോളിംഗ് ട്രോഫിയും, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന അംഗൻവാടിക്ക് മെട്ടമ്മൽ ലക്ഷ്മി അമ്മയുടെ സ്മരണയ്ക്ക് മക്കൾ സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് ജ്യോതി സദനം ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും, കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കുട്ടിക്ക് പയ്യന്നൂർ പൗരസമിതി നൽകുന്ന മെഡലും സമ്മാനിക്കുന്നതാണ്. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്യും. അംഗൻവാടി കലോത്സവം കിളിക്കൂട്ടം പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ തത്സമയ സംപ്രേഷണവും ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കാങ്കോൽ ALP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻമന്ത്രി AK ബാലൻ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഫ്ലക്സ് ബോർഡുകൾ നാട് നീങ്ങുന്നു. പരസ്യ പ്രചരണങ്ങൾക്ക് പുതിയ മാർഗം സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. തൃക്കരിപ്പൂരിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. ബജറ്റിൽ കാസർഗോഡ് ജില്ലയിൽ അനുവദിച്ച 2 റെയിൽവേ മേൽപ്പാലവും തൃക്കരിപ്പൂരിന്. DYFI സൗത്ത് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന MK വിപിനൻ സ്മാരക സെവൻസ് ഫുട്ബോളിന് ഉജ്ജ്വല തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ സൂപ്പർ സോക്കർ ബിച്ചാരിക്കടവിന് ജയം. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ ലാബ് പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.